بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 81 മുതൽ 88 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ട്. 88ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു, യൂസുഫിൻ്റെ സഹോദരന്മാർ കന്നാനിൽ നിന്ന് വന്ന് യൂസുഫിൻ്റെ അടുത്ത് വന്നിട്ട് യാ അയ്യുഹൽ അസീസു മസ്സനാ വഅഹ്ലനാ അദ്ദുറു വജിഅ്നാ ബിബിളാഅത്തിൻ മുസ്ജാത്തിൻ ഫൗഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ എന്നുള്ള ആയത്ത് വരെ നമ്മൾ എടുത്തത്. അല്ലയോ അസീസെ, ഞങ്ങളെയും കുടുംബത്തെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്പർശിച്ചിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടെ അളന്നു കിട്ടാൻ വേണ്ടി വന്നതാണ്. വളരെ താഴ്ന്ന സാധനങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അളവുകൾ പൂർത്തിയാക്കി തന്ന് ഞങ്ങളെ സഹായിക്കണം. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു പ്രതിഫലം നൽകും തീർച്ചയായും എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അവിടെ മുതൽക്കാണ് ഇനി എടുക്കാനുള്ളത്. 89ാമത്തെ ആയത്താണ്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രതികരണം. യൂസുഫ് പറഞ്ഞു, അലൈഹിസ്സലാം പറഞ്ഞു, ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. ഇത് യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഹൽ അലിംതും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, മാ ഫഅൽതും, നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ, ബി യൂസുഫ, യൂസുഫിനും വഅഖീഹി, യൂസുഫിൻ്റെ സഹോദരനും, ഇത് അന്തും ജാഹിലൂൻ, നിങ്ങൾ ആ യുവത്വത്തിൽ നിങ്ങൾ അശ്രദ്ധരായിരുന്ന വിവരമില്ലാത്തവരായിരുന്ന കാലത്ത് നിങ്ങൾ യൂസുഫിനും സഹോദരനും വരുത്തിവെച്ച പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കറിയാമോ അത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ സഹോദരന്മാർക്ക് വലിയ ആശ്ചര്യമായി. എന്ത് യൂസുഫിനെ പറ്റി ഇങ്ങോട്ട് പറയുന്നത്? ഇത് യൂസുഫൊക്കെ നമ്മളിൽ നിന്ന് വേറിട്ട് പോയിട്ട് അല്ലെങ്കിൽ മരിച്ചു പോയിട്ട് കാലം എത്രയായി? യൂസുഫിനെ പറ്റി പറയണ എന്താണ് എന്നുള്ള അത്ഭുതം തോന്നി അവർക്ക്. അപ്പോൾ ഇവർ ചോദിക്കുക, നിങ്ങൾ കാലു ഇന്നക്കലാന്ത യൂസുഫ്, നീ തന്നെയാണോ യൂസുഫ്? തീർച്ചയായും നീ യൂസുഫാണോ എന്നവർ ചോദിക്കുക. അതിന് ഒരു വളച്ചുകെട്ടുമില്ലാതെ യൂസുഫ് മറുപടി പറയുന്നത്, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, അന യൂസുഫ്, ഞാൻ യൂസുഫ് തന്നെയാണ്. വഹാദാഹി, ഇതെൻ്റെ സഹോദരൻ, ഉമ്മയും ഉപ്പിയും ഒത്ത സഹോദരനാണിത്, ബിന്യാമീൻ. അത് മന്നല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് വളരെയധികം നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. തീർച്ചയായും അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാരോ, ക്ഷമിക്കുന്നതാരോ, അവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കില്ല. മയ്യത്തഖി, അള്ളാഹുവിനെ സൂക്ഷ്മത പാലിക്കുന്നവർ, വയസ്ബിർ, ക്ഷമിക്കുന്നവർ, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യുളിഉ, പാഴാക്കുകയില്ല, അജ്റൽ മുഹ്സിനീൻ, സച്ചരിതർക്കുള്ള പ്രതിഫലത്തെ അവൻ പാഴാക്കില്ല എന്നുള്ള മറുപടിയാണ് യൂസുഫിൽ നിന്ന് വന്നത്. അപ്പോൾ ഈ യൂസുഫ് ചരിത്രത്തിൻ്റെ
സസ്പെൻസ് ഇവിടെ മുതൽ അവസാനിക്കുകയാണ്. ഇപ്പോൾ യൂസുഫാണെന്ന് തിരിച്ചറിഞ്ഞു. 40 വർഷം മുമ്പേ അല്ലെങ്കിൽ 30-ൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ട യൂസുഫിനെ ഇപ്പോൾ തിരിച്ചു കിട്ടി. വളരെ ആശ്ചര്യത്തോടും പിന്നെ വളരെ സന്തോഷത്തോടും കൂടിയാണ് അവരിതിനെ അഭിമുഖീകരിച്ചത്. അപ്പോൾ എന്നിട്ട് അവർ പറയാണ്, ഖാലൂ തല്ലാഹി ലഖദ് അസറക്കല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതീൻ. അവർ പറഞ്ഞു, യൂസുഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, തല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം, ലഖദ് അസറക്കല്ലാഹു അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തു, അലൈന ഞങ്ങളെക്കാൾ, വഇൻ കുന്നാ തീർച്ചയായും ഞങ്ങളായിരുന്നു, ലഖാതീൻ പിഴവ് പറ്റിയവരായിരുന്നു, തെറ്റ് ചെയ്തവരായിരുന്നു. ഖാലൂ അവർ പറഞ്ഞു, തല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം, ലഖദ് ആസറക്കല്ലാഹു അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തു, അലൈന ഞങ്ങളെക്കാൾ പ്രത്യേകമായിട്ട് അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തു. വഇൻ കുന്നാ തീർച്ചയായും ഞങ്ങളായിരുന്നു, ലഖാതീന പിഴവ് പറ്റിയവരായിരുന്നു, അല്ലെങ്കിൽ തെറ്റ് പറ്റിയവരായിരുന്നു. അതിന് മറുപടിയായിട്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ലാ തസ്രീബ അലൈക്കും നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപമില്ല. അൽയൗമ ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായ ദിവസമാണല്ലോ. നിങ്ങളെ സംബന്ധിച്ച് ഒരു ആക്ഷേപമില്ല. ലാ തസ്രീബ അലൈക്കും നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപവും ഇല്ല. അല്യവും ഇന്ന് യഗ്ഫിറുല്ലാഹു ലക്കും അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കും എന്നാണ് വാക്ക്. പക്ഷേ ഇത് ദുആയുടെ മഖാമാണ്. അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യഗ്ഫിറുല്ലാഹു ലക്കും അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. നിങ്ങൾ ചെയ്തു വെച്ച എത്രയോ കാര്യങ്ങളുണ്ട്, അതൊന്നും പറയുന്നില്ല. യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് മാത്രം പറയാം. വഹുവ അർഹമുർ റഹീമീൻ. അള്ളാഹു കരുണാനിധികളിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു. അർഹം, റാഹിമിനേക്കാൾ അർത്ഥം കൂടിയതാണ് അർഹം എന്ന് പറയുന്നത്. അർഹമുർ റഹീമീനാണ് അള്ളാഹു. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. 93-ാമത്തെ ആയത്ത്. ഇദ്ഹബു നിങ്ങൾ പോകണം, ബിഖമീസി എൻ്റെ ഈ ഷർട്ടുമായിട്ട് നിങ്ങൾ പോവുക. ബിഖമീസി ഹാദ എൻ്റെ ഈ ഷർട്ട്, ഒരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഈ ഷർട്ടുമായിട്ട് നിങ്ങൾ പോകണം എവിടേക്ക് പടയെടുത്ത്. എന്നിട്ടോ അൽഖുവ ഷർട്ട് നിങ്ങൾ ഇടണം. അല വജിഹി അബി എൻ്റെ അബി അല വജിഹി അബി എൻ്റെ ഉപ്പാടെ മുഖത്ത് നിങ്ങൾ ഇടണം. യഅ്തി ബസീറ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാഴ്ച വീണ്ടെടുക്കാൻ കഴിയും. ഇപ്പോൾ കാഴ്ചക്ക് നഷ്ടപ്പെട്ടിരിക്കുക. യൂസുഫ് പോയടം മുതൽ കരഞ്ഞിട്ടും മറ്റുമായിട്ടും അബിയല്ലത്ത് അതിനാവും എന്ന് പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ. 2 കണ്ണും വെളുത്തുപോയി. കണ്ണുനീര് ഒഴുക്കിയിട്ട് കണ്ണിൻ്റെ ആ പ്രവർത്തനം തന്നെ നിലച്ചു പോയി. അങ്ങനെ വെളുത്തുപോയി കണ്ണ് എന്ന് അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ അബിയല്ലത്ത് അതിനാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഈ കാഴ്ച വീണ്ടെടുക്കാനാണ് എൻ്റെ ഈ കുപ്പായം ഉപ്പാടെ മുഖത്ത് കൊണ്ടുപോയി ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാഴ്ച വീണ്ടെടുക്കാൻ കഴിയും. ഇതൊരു മുഅ്ജിസത്താണ്. ഇത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മുഅ്ജിസത്തായിട്ടാണ് കണക്കാക്കാനുള്ളത്. കാരണം കാഴ്ച വീണ്ടെടുക്കാനുള്ളൊരു ചികിത്സ മതി ഈ ഷർട്ട്. ഇത് മുഅ്ജിസത്താണ്. ഇതെല്ലാവർക്കും കഴിയില്ല. അത് പിന്നെ ഈ ഷർട്ടിനെ പറ്റി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ഖസാഉം മിൻ അഹ്ലിൽ ജന്ന എന്ന് പറയുന്നുണ്ട് ഒരു തഫ്സീറിൽ. സ്വർഗത്തിൽ നിന്നുള്ളൊരു കുപ്പായമാണ് എന്നാണ്. ജമല്
ഇല്ല പറയുന്നുണ്ട്, ജലാലിനിയുടെ ഷറാഹിൽ പറയുന്നുണ്ട്, ജമൽ എന്ന് പറഞ്ഞ കിതാബ്. അതിൽ പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ ഒരു കുപ്പായാണിത്, കോട്ടാണ് എന്നൊക്കെ പറയാം. അത് അപ്പോൾ കൊല്ലത്രയെന്നാ ചിന്തിക്കാനുള്ളത്. 2200 കൊല്ലം ചുരുങ്ങിയത് കണക്കാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു കുപ്പായം ദുന്യാവിൽ ഉള്ള കാലം. ഏതായാലും അത് മറ്റ് തഫ്സീറുകളിലൊന്നും കാണാനില്ല. അതിലിങ്ങനെ ഈ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കുപ്പായാണെന്നൊന്നും പറയുന്നില്ല. അത് ആദം നബിക്ക് കിട്ടിയിട്ട് ആദം നബി പിന്നെ അത് ശേഷം ആദം നബിയിലൂടെ ഇബ്രാഹിം നബിക്ക് കിട്ടി, ഇബ്രാഹിം നബിയിലൂടെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് കിട്ടി, യാക്കൂബ് അലൈഹി ഇസ്ലാം യൂസുഫിന് കൊടുത്താണെന്നൊക്കെയാണ് ചരിത്രം. അത് എത്ര കണ്ട് പ്രബലമായ ചരിത്രമാണെന്ന് അറിയില്ല, എല്ലാ തഫ്സീറുകളിലും അതില്ല. ഏതായാലും ഇത് യാക്കൂബ് നബിയുടെ മുഅ്ജിസ ആണെന്ന് വിശ്വസിക്കലാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് തോന്നുന്നത്. കാരണം ഒരു കുപ്പായം കൊടുത്തിട്ട് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു, അങ്ങനെ ഷർട്ട് കൊടുത്തയക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു ഇവർ പോകുമ്പോഴേ, വഹ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, വഹ്തൂനി എൻ്റെ അടുത്ത് കൊണ്ടുവരിക ബി അഹ്ലിക്കും, നിങ്ങളുടെ കുടുംബത്തിനെ ഒട്ടാകെ, അജ്മഈൻ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ അംഗങ്ങളെയും ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇദ്ഹബൂ ബി ഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ. ഈ കുപ്പായം കൊടുത്തത് യഹൂദ എന്ന് പറയുന്ന ജ്യേഷ്ഠ സഹോദരനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൊടുത്തത്. അദ്ദേഹം തന്നെയാണ് ഇവിടെ വെച്ചിട്ട് ഒഴിഞ്ഞു നിന്നിട്ട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞില്ലേ, റമ്മസ്സൈ അസു ഖലസു നജിയൻ, യൂസുഫിനെ ബിന്യാമീനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. അപ്പോൾ അവർ ഒഴിഞ്ഞു നിന്നിട്ട് ചർച്ച ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പ്രദേശം വിട്ടു പോവില്ല ബിന്യാമിനെ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഉപ്പ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയണം, അതല്ലെങ്കിൽ അള്ളാഹു ഇതിലൊരു വിധി എന്താ ഇതിൽ തീരുമാനമെങ്കിൽ ആ തീരുമാനം വിധിക്കട്ടെ, അള്ളാഹു ഒരു ഇതിനെ സംബന്ധിച്ചൊന്ന് വിധിക്കട്ടെ, ആ വിധി അനുസരിച്ച് അപ്പം നീങ്ങാം. അങ്ങനെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ആ രണ്ട് കാര്യം ഏതുണ്ടായാലും അതുണ്ടായാലേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രദേശത്ത് നിന്ന് പോവില്ല എന്ന്. അങ്ങനെയുള്ള പിന്നെ യഹൂദക്ക് ഇപ്പോൾ ആ പ്രതിബന്ധമില്ല. കാരണം ഇവിടെ കാര്യമൊക്കെ വ്യക്തമായി. യൂസുഫിനെ തിരിച്ചു കിട്ടി, ബെന്യാമീനും തിരിച്ചു കിട്ടി. ഇനിയിപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ യഹൂദയാണ് ഈ കുപ്പായവുമായിട്ട് പോകുന്നത്. ഈ യഹൂദ തന്നെയാണ് ആദ്യത്തിൽ പണ്ട് കാലത്ത് യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഷർട്ടിൽ ചോരയാക്കിയിട്ട് കൊണ്ടുവന്ന ആളും യഹൂദ തന്നെയാണ്. ആ യഹൂദ തന്നെ അന്ന് യൂസുഫിൻ്റെ കുപ്പായം കൊടുത്തിട്ടുണ്ട് ഉപ്പാക്ക്. ചെന്നായ പിടിച്ചു, ഷർട്ട് കുപ്പായത്തിലാകെ ചോരയുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മകനെ ചെന്നായ പിടിച്ചു തിന്നു, പക്ഷെ കുപ്പായത്തിനൊരു കേടും വരുത്തിയിട്ടില്ല എന്ന്. അപ്പം തന്നെ അതിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്. ആ അതേ യഹൂദയാണ് ഇപ്പോൾ ഈ കുപ്പായമായിട്ട് വരുന്നത് ഉപ്പാടെ അടുത്തിട്ട്. ഇനി 94-ാമത്തെ ആയത്ത്
വലമ്മാ ഫസലത്തിൽ ഈറു ഖാല അബൂഹും ഇന്നീ ലാ അജിദു റീഹ യൂസുഫ ലൗലാ അൻ തുഫന്നിദൂൻ. വലമ്മാ ഫസലത്തിൽ ഈറു, കച്ചവട സംഘം അവിടുന്ന് പുറപ്പെട്ടപ്പോൾ, ഇവിടെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, കാല അബൂഹും, ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ, കന്നാനിൽ എത്തിയിട്ടില്ല, ഇപ്പോൾ അവർ യൂസുഫിൻ്റെ അടുത്തുള്ളത്. പക്ഷെ അവിടെ നിന്ന് അവർ പുറപ്പെട്ടു കന്നാൻ്റെ അതിർത്തിയിലേക്ക് കടക്കുക ചെയ്തപ്പോൾ, ഒന്നുകിൽ ഈജിപ്തിൽ നിന്ന് ബോർഡർ കടന്നു, ആ സമയത്താണ് പറയുന്നത്, എന്താവട്ടെ, കച്ചവട സംഘം അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കാല അബൂഹും, അവരുടെ പിതാവ് പറഞ്ഞു, യാക്കൂബ് നബി പറഞ്ഞു, ഇന്നീ ലാജിദു റീഹ യൂസുഫ, തീർച്ചയായും ഞാൻ എത്തിക്കുന്നു റീഹ യൂസുഫ, യൂസുഫിൻ്റെ മണം. ലൗലാൻ തുഫന്നിദൂൻ, എന്നെ നിങ്ങൾ വിഡ്ഢിയാക്കാതിരുന്നാൽ മതി. വിഡ്ഢിയാക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അത്തും പുത്തും പറയാമെന്നാ നിങ്ങൾ തീരുമാനിക്കുക. പ്രായമായില്ലേ, അപ്പോൾ അത്തും പുത്തും പറയാന്ന് പറയുന്നുണ്ടല്ലോ, വിഡ്ഢിത്തം എന്തെങ്കിലും പറയുമ്പോൾ, വയസ്സായവർ വിഡ്ഢിത്തം പറയുമ്പോൾ ആ ഉപ്പ അങ്ങനൊക്കെ പറയും, അത് വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാണ് നമ്മൾ സാധാരണ ഇതുണ്ട്. അതുപോലെ മക്കളും അങ്ങനെ പറയാം, പാക്ക് വയസ്സായി അത്തും പുത്തും പറയാം എന്നുള്ള നിലയിൽ നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അത് വളരെ നല്ലത്. തീർച്ചയായും ഞാൻ യൂസുഫിൻ്റെ മണം ഞാൻ ആസ്വദിക്കുന്നു എന്നാ പറഞ്ഞത് ഇവിടെ. ഇനി 95-ാമത്തെ ആയത്ത്, ഖാലു, അപ്പം അവിടെ മക്കൾ പറയാണ്, അവിടെ ഉള്ള മക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഉള്ള മക്കളും മക്കളുടെ മക്കളുമായിട്ട് കുറേ ആളുകളൊക്കെ ഉണ്ട്, കുടുംബാദികളെ. അവരാണ് പറയുന്നത്, തല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ഇന്നക്ക, തീർച്ചയായും നിങ്ങൾ, ഉപ്പാട് പറയാം, ഉപ്പ അല്ലെങ്കിൽ വല്യപ്പ ഒക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ള മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് പേരക്കുട്ടികളൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. മറ്റുള്ളവരൊക്കെ ഈജിപ്തിലേക്ക് പോയിരിക്കുകയാണല്ലോ, അവരങ്ങനെ തിരിച്ചെത്തിയിട്ടുമില്ല. കാലു, അവർ പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നക്ക, തീർച്ചയായും നിങ്ങൾ, ലഫീ ദലാലിക്കൽ ഖദീം, പഴയ ആ പിഴവിൽ തന്നെയാണ്, പഴയകാല പിഴവിൽ തന്നെയാണ്. പഴയ യൂസുഫിനെ പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പിഴവിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങളുള്ളത്, യാതൊരു സംശയമില്ല എന്നവർ പറയാം. യൂസുഫ് മരിച്ചിട്ട് അവർ പറയുന്ന ശൈലി ഇങ്ങനെ ആവാം, യൂസുഫ് മരിച്ചിട്ട് എത്ര കാലമായി, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉപ്പാക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ളൊരു ശൈലിയാവും അവർ പറയണത്. അതുകൊണ്ടാണ് ലൗലാൻ തുഫന്നിദു എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ വിഡ്ഢിത്തം പറയുന്ന ആളാക്കാതിരുന്നെങ്കിൽ എന്നുള്ള പറഞ്ഞത്. അപ്പോൾ പറയുന്നതൊക്കെ വിഡ്ഢിത്തമായിട്ടോ അല്ലെങ്കിൽ പഴയ കഥയായിട്ടോ ഒക്കെ അവർ ചിത്രീകരിക്കുകയാണ് ഉപ്പാടെ സംസാരം. അത് പ്രായമായപ്പോൾ അത്തും പുത്തും പറയാന്നുള്ള ശൈലിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ യാക്കൂബ് നബി അവിടുന്ന് ഇവരുടെ ഈ യാത്രാ സംഘം അവിടുന്ന് പുറപ്പെട്ട തന്നെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ഒരു വാസനയെ ഞാൻ ആസ്വദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതുവരെ യാക്കൂബ് നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതനുസരിച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മക്കൾ പറയുന്നത് സാധാരണ ശൈലിയിലുള്ള കാര്യങ്ങളാണ്, അവരെ തെറ്റുകാരാക്കാൻ പറ്റില്ല. കാരണം സാധാരണത്തെ ശൈലിയാണ്, വയസ്സായവർ അങ്ങനെയൊക്കെ പറയും എന്നൊക്കെ ഉള്ളത് സാധാരണത്തെ ശൈലിയാണ് പ്രായമാകുമ്പോഴുള്ള. പക്ഷേ യാക്കൂബ് നബി ഒരു പ്രവാചകനാണല്ലോ, പ്രവാചകൻ്റെതായ ആ വൈബറിയാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കും. അങ്ങനെ കൊടുത്തതിൽ നിന്നാണ് ഇതെല്ലാം യാക്കൂബ് നബിക്ക് സാധ്യമായത്. فلما جاء البشير ألقاه على وجهه فارتد بصيرا
قال ألم أقل لكم إني أعلم من الله ما لا تعلمون. 96-ാമത്തെ ആയത്താണത്. ഫലമ്മ അൻജാ അൽ ബഷീർ, സന്തോഷമറിയിക്കുന്ന ആൾ വന്നപ്പോൾ, ഫലമ്മ അൻജാ അൽ ബഷീർ, ബഷീർ എന്ന് പറഞ്ഞാൽ യാത്രാ സംഘത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരാൾ വരും. അങ്ങനെ ആ വന്ന ആളാണ് ആര്? യഹൂദ. മൂത്ത പിന്നെ ജ്യേഷ്ഠൻ വന്നു. ഇതേ കുപ്പായം ആദ്യം പറഞ്ഞില്ലേ, ജോസ്ഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് രക്തം പുരണ്ട കുപ്പായമായിട്ട് വന്നു. അതേ ജ്യേഷ്ഠൻ തന്നെയാണ് ഇപ്പൊ ഈ കുപ്പായമായിട്ട് വരുന്നത്. എന്നിട്ട് ഈ ജ്യേഷ്ഠൻ വന്ന ഉപ്പാടെ മുഖത്ത് കുപ്പായം ഇടുകയാണ്. അൽഖാഹു അലാ വജിഹിഹി ഫലമ്മ അൻജാ അൽ ബഷീറു, സന്തോഷമറിയിക്കുന്ന ആൾ വന്നപ്പോൾ അൽഖാഹു, ആ ഷർട്ട് അദ്ദേഹം ഇട്ടു, അലാ വജിഹി, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഖത്ത്. അപ്പോൾ ഫർത്തത്ത ബസീറ, അദ്ദേഹം കാഴ്ചയുള്ളതിനായി രൂപാന്തരപ്പെട്ടു, കാഴ്ചയുള്ളതിനായി ആയിത്തീർന്നു. ഫർത്തത്ത ബസീറ, യാക്കൂബ് നബിക്ക് കാഴ്ചക്കുറവുണ്ടായിരുന്ന അതിൽ നിന്നൊക്കെ പോയി വളരെയധികം കാഴ്ചയുള്ള ആളായി മാറി. വേറെ ചികിത്സ ഒന്നും ചെയ്തിട്ടില്ല. കുപ്പായം കൊടുന്ന് മുഖത്തിട്ടപ്പോൾ അത് യൂസുഫ് നബി അവിടെ നിന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത് യൂസുഫ് നബിയുടെ മൊഴിജിസത്ത്, യാക്കൂബ് നബിയുടെ മൊഴിജിസത്ത് ഒക്കെ ആയിട്ട് കണക്കിലെടുക്കാം. പ്രവാചകന്മാരല്ലേ. കാലാലം അക്കുല്ലക്കും മിന്നിയാലമുമെന്നല്ലാഹിമാലൂൻ. കാല, യാക്കൂബ് നബി പറഞ്ഞു അലം, എന്നിട്ട് പറയാണ് അലം അക്കുല്ലക്കും, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്നി ആലമു, തീർച്ചയായും എനിക്കറിയാം, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് ഞാൻ പറയണ്ടായിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. യാക്കൂബ് നബി പറയുന്നതെല്ലാം സത്യമായി പുലർന്നിട്ടുണ്ട്. മക്കള് പാക്കാത്തും പുത്തുമാണ്, പഴയ പിഴവിൽ തന്നെയാണ് ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിലെല്ലാം അവർ ഉപ്പാടും മാപ്പ് ചോദിക്കേണ്ടി വന്നു, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടി വന്നു. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين. 97-ാമത്തെ ആയത്ത. കാലു, അവർ പറഞ്ഞു, മക്കള് ഇവിടെ ഉണ്ടായിരുന്ന ആള്, ഉപ്പാട് പ്രതികരിച്ചിരുന്ന കുട്ടികളൊക്കെ കൂടി പറഞ്ഞു, എന്തെന്ന് ഇസ്തഗ്ഫിർ ലനാ, ഇസ്തഗ്ഫിർ ലനാ, ഉപ്പാ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. ഇസ്തഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങൾ ചെയ്ത പാപത്തിന് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, ദുആ ചെയ്യണം. ഇന്നാ കുന്നാ ഖാതീൻ, തീർച്ചയായും ഞങ്ങൾ പിന്നെ തെറ്റുപറ്റിയവരായിരുന്നു, ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി. അത് അള്ളാഹു പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. അപ്പോൾ കാല, യാക്കൂബ് നബി പറഞ്ഞു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കും. ഇന്നഹു, തീർച്ചയായും അവൻ അല്ലാഹു, അവൻ അൽ ഗഫൂറുർ റഹീം, നല്ലവണ്ണം പൊറുക്കുന്നവനും റഹീമും കരുണാനിധിയുമാണ് അല്ലാഹു. അതുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് അവർക്ക് മറുപടിയും കൊടുത്തു. ഇത് 98-ാമത്തെ ആയത്താണ്. നമ്മളപ്പോൾ 10 ആയത്താണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. ഇനി 99-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇവരെല്ലാവരും കൂടി വഅ്തൂനി ബിഅഹ്ലിക്കും അജ്മഈൻ എന്ന് പറഞ്ഞല്ലോ. യൂസുഫാണെന്ന് മനസ്സിലാവുകയും ഞാൻ തന്നെയാണ് യൂസുഫ്, ഇതെൻ്റെ സഹോദരൻ ബെന്യാമീനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കഥയുടെ സസ്പെൻസ്
അവസാനിച്ചു. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞിരുന്നു, എത്തൂനി ബിഅഹ്ലിക്കും അജ്മഈൻ, നിങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതനുസരിച്ച് എല്ലാവരും വന്നു കഴിഞ്ഞു. അതാണ് 99-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത വീഡിയോയിലാവാം. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.